എത്തിറോസ്ക്ലിറോസിസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ശരീരത്തിലുള്ള പല ഓർഗൻസിലേക്കും പോകുന്ന രക്തക്കുഴലുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ പ്ലാക്ക് ഫോർമേഷൻ നടക്കുന്നു. ആ പ്ലാക്ക് ഫോർമേഷൻ കൂടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ എത്തിറോസ്ക്ലിറോസിസ് കൂടുന്നതിനനുസരിച്ച് ഈ രക്തക്കുഴലിനുള്ളിൽ കൂടെ പോകുന്ന രക്തത്തിൻ്റെ അളവ് കുറയാം. എത്തിറോസ്ക്ലിറോസിസ് ആണ് ഹാർട്ട് അറ്റാക്കും സ്ട്രോക്ക്, പെരിഫറൽ വാസ്കുലർ ഡിസീസസ് ഇതിൻ്റെയൊക്കെ മൂല കാരണം എന്ന് പറയുന്നത്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. എത്തിറോസ്ക്ലിറോസിസ് നമുക്ക് റിവേഴ്സ് ചെയ്യാൻ സാധിക്കുമോ? അതായത് ഓൾറെഡി എത്തിറോസ്ക്ലിറോസിസ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചാൽ അത് തിരികെ പഴയ അവസ്ഥയിലേക്ക് എത്തിക്കാൻ പറ്റുമോ? ഡയറ്റും എക്സസൈസും കൂടാതെ എത്തിറോസ്ക്ലിറോസിസ് കുറയ്ക്കാൻ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന 5 വൈറ്റമിൻസും സപ്ലിമെൻറ്റ്സ് ഏതാണെന്നുള്ളതും ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കവർ ചെയ്യാം. സോ വെൽക്കം ബാക്ക് ടു ഡോ ഫുഡി. നമുക്ക് തുടങ്ങാം. ആദ്യമായി എല്ലാവരും എത്തിറോസ്ക്ലിറോസിസിനെ കുറിച്ച് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം. നമ്മളുടെ ശരീരത്തിൽ എല്ലാ സ്ഥലത്തേക്കും എല്ലാ ഓർഗൻസിലേക്കും രക്തം എത്തിക്കുന്നത് ആർട്ടറീസ് വഴിയാണ്. ആർട്ടറീസ് എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള രക്തക്കുഴലാണ്. പല സൈസിൽ ആർട്ടറീസ് നമ്മളുടെ ബോഡിയിലുണ്ട്. ഈ ആർട്ടറീസിനുള്ളിൽ കൂടെ രക്തം ഒഴുകുന്നുണ്ട്. ആ രക്തം പമ്പ് ചെയ്യുന്നത് നമ്മളുടെ ഹാർട്ട് തന്നെയാണ്. ആർട്ടറീസിനകത്ത് ഫാറ്റ് അല്ലെങ്കിൽ ലിപ്പിഡ് അടങ്ങിയിട്ടുള്ള പ്ലാക്ക് ഫോർമേഷൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ആർട്ടറീസിൽ ബ്ലോക്കേജ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ആർട്ടറീൻ്റെ അകത്ത് ഇന്നർ വാൾസിൽ ഡാമേജസ് സംഭവിക്കാം, ഇഞ്ചുറീസ് ഉണ്ടാവാം. നമ്മളുടെ ബോഡിയിൽ എവിടെ ഇഞ്ചുറി ഉണ്ടായിക്കഴിഞ്ഞാലും അവിടെ രക്തം കട്ട പിടിക്കും, ക്ലോട്ട് ഫോർമേഷൻ നടക്കും. അത് ഈ രക്തക്കുഴലിൻ്റെ ഉള്ളിലും സംഭവിക്കാം. അങ്ങനെ ക്ലോട്ട് ഫോർമേഷനും കൂടി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ രക്തക്കുഴലിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന രക്തത്തിൻ്റെ അളവ് നല്ല രീതിയിൽ കുറയും. ഇത് ഹാർട്ടിലേക്ക് പോകുന്ന കൊറോണറി ആർട്ടറീസിലാണെന്നുണ്ടെങ്കിൽ ഹാർട്ട് അറ്റാക്ക് പോലത്തെ കണ്ടീഷൻസ് ഉണ്ടാവാം. ബ്രെയിനിലേക്ക് പോകുന്ന കെറോട്ടിഡ് ആർട്ടറീസിലാണെങ്കിൽ സ്ട്രോക്ക് പോലത്തെ കണ്ടീഷൻ ഉണ്ടാവാം. ഇനി നമ്മളുടെ കയ്യിലും കാലിലും പെൽവിസിലൊക്കെ ഉള്ള രക്തക്കുഴലിനെയാണ് ബാധിക്കുന്നതെങ്കിൽ പെരിഫറൽ വാസ്കുലർ ഡിസീസസ് ഉണ്ടാവാം. എത്തിറോസ്ക്ലിറോസിസ് നമ്മളെല്ലാവരും വിചാരിക്കുന്ന പോലെ പ്രായം കൂടുതലുള്ളവർക്ക് മാത്രമല്ല, 20 വയസ്സ് കഴിഞ്ഞ ചെറുപ്പക്കാർക്ക് പോലും എത്തിറോസ്ക്ലിറോസിസ് തുടങ്ങാം. പക്ഷേ തുടക്കത്തിലൊന്നും ഇതിന് യാതൊരു സിംറ്റംസും ഇല്ലാത്തതുകൊണ്ട് തന്നെ എത്തിറോസ്ക്ലിറോസിസ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന സമയത്ത് മാത്രമാണ് അധികം ആൾക്കാരും ടെസ്റ്റ് ചെയ്യാൻ പോകുന്നതും. ആൻജിയോഗ്രാം പോലത്തെ ടെസ്റ്റൊക്കെ ചെയ്ത് 50% ബ്ലോക്കായി 90% ബ്ലോക്കായി എന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. എക്സസൈസ് ഇല്ലാത്ത ജീവിതം, അൺഹെൽത്തി ആയിട്ടുള്ള ഡയറ്റും പുകവലിയൊക്കെയാണ് എത്തിറോസ്ക്ലിറോസിസിൻ്റെ പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത്. എത്തിറോസ്ക്ലിറോസിസ് മെയിൻലി ബാധിക്കുന്നത് സ്മോൾ ആൻഡ് മീഡിയം സൈസ് ആർട്ടറീസിനെയാണ്. എത്തിറോസ്ക്ലിറോസിസിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഏത് ഓർഗനെയാണോ ബാധിക്കുന്നത് അതിനനുസരിച്ചിരിക്കും. ഹാർട്ടിലേക്കുള്ള രക്തോട്ടമാണ് കുറയുന്നതെങ്കിൽ നെഞ്ചുവേദന വരാം, ഹാർട്ട് അറ്റാക്കിൻ്റെ പോലത്തെ സിംറ്റംസ് ആണ് ഉണ്ടാവുക. ബ്രെയിനിലേക്കുള്ള രക്തോട്ടമാണ് കുറയുന്നതെങ്കിൽ കയ്യിലും കാലിലും കൊഴിച്ചലും, ബലക്കുറവ്. ബ്രെയിനിൻ്റെ ഏത് പാർട്ടിനെയാണോ ബാധിക്കുന്നത് അതിനനുസരിച്ചുള്ള സൈൻസ് ആൻഡ് സിംറ്റംസ് ആയിരിക്കും ഉണ്ടാകുന്നത്. എത്തിറോസ്ക്ലിറോസിസ് കണ്ടുപിടിക്കാൻ കുറേ വഴികളുണ്ട്. ആൻജിയോഗ്രഫി എന്ന് പറയുന്നത് നല്ലൊരു മെത്തേഡാണ്. ആൻജിയോഗ്രഫിയിൽ പലതരത്തിലുള്ള എക്സ്റേ ആണ് എടുക്കുന്നത്. ആ എക്സ്റേ എടുക്കുന്നതിന് മുമ്പേ ഈ പറഞ്ഞ രക്തക്കുഴലിൻ്റെ ഉള്ളിലേക്ക് നമ്മളൊരു ഡൈ ഇഞ്ചെക്ട് ചെയ്യുന്നുണ്ട്. ഫ്ലൂറസെൻ്റ് ആയിട്ടുള്ള ഡൈ ഇഞ്ചെക്ട് ചെയ്തതിന് ശേഷം എടുക്കുന്ന പലതരത്തിലുള്ള എക്സ്റേസ് ഉപയോഗിച്ചിട്ടാണ് ആൻജിയോഗ്രഫി ചെയ്യുന്നത്. ഇത് വളരെ നല്ല ടെസ്റ്റ് ആണെങ്കിലും ഇതൊരു ഇൻവേസീവ് ടെസ്റ്റാണ്. റേഡിയേഷൻ്റെ റിസ്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ സിംറ്റംസ് ഒന്നും ഇല്ലാത്ത ഒരാൾക്ക് ആൻജിയോഗ്രാഫിനേക്കാളും നല്ല ടെസ്റ്റുകൾ എന്ന് പറയുന്നത് കാൽസിഫിക്കേഷൻ്റെ അളവ് നോക്കിയിട്ടാണ്. രക്തക്കുഴലിൻ്റെ ഉള്ളിൽ എത്ര കാൽഷ്യം ഡെപ്പോസിറ്റ്സ് വന്നിട്ടുണ്ടെന്ന് നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കും. അത് കൊറോണറി കാൽസിഫിക്കേഷൻ നമുക്ക് നോക്കാം, കാലിൽ ആങ്കിൾ കാൽസിഫിക്കേഷൻ, കയ്യിലുള്ള ആർട്ടറിൻ്റെ പേര് ബ്രെക്കിൽ ആർട്ടറി എന്നാണ്, അതിലുള്ള കാൽസിഫിക്കേഷൻ നോക്കാം. ഇതുകൂടാതെ അൾട്രാസൗണ്ട് സ്കാൻ ഉപയോഗിച്ചിട്ട് നമുക്ക് എത്തിറോസ്ക്ലിറോസിസ് തുടങ്ങിയിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. എത്തിറോസ്ക്ലിറോസിസ് ചില ഹൈ റിസ്ക് ഉള്ളവർക്ക് എളുപ്പത്തിൽ സംഭവിക്കാം. ഇത്തരത്തിലുള്ള കുറച്ച് ഹൈ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഹൈ ബ്ലഡ് പ്രഷറും ഹൈ LDL കൊളസ്ട്രോളും ആണ്. അപ്പോൾ B ലൈപ്പോപ്രോട്ടീൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ചും എത്തിറോസ്ക്ലിറോസിസ് അധികം ആൾക്കാർക്കും കൂടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ റിസ്ക് കൂടുതലുള്ള ആൾക്കാർ, അതായത് ഹൈ ബ്ലഡ് പ്രഷർ ഉള്ളവർ, LDL കൊളസ്ട്രോൾ കൂടി നിൽക്കുന്നവരും B ലൈപ്പോപ്രോട്ടീൻ്റെ അളവ് കൂടി നിൽക്കുന്നവർക്കൊക്കെ സിംറ്റംസ് വരുന്നതിൻ്റെ മുമ്പേയും ഇത്തരത്തിലുള്ള സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. എത്തിറോസ്ക്ലിറോസിസിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്ത് തരത്തിലുള്ള കണ്ടീഷനാണോ അതിനനുസരിച്ചിട്ടായിരിക്കും. കൊറോണറി ആർട്ടറി ഡിസീസസ് എന്ന് പറഞ്ഞാൽ ഹാർട്ടിലേക്കുള്ള രക്തക്കുഴലിലുള്ള പ്രശ്നമാണ്. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ആ രോഗത്തിനനുസരിച്ചായിരിക്കും. സ്ട്രോക്കിൻ്റെ ട്രീറ്റ്മെൻറ്റ് വേറെ രീതിയിലായിരിക്കും. പ്രധാനമായിട്ടും എല്ലാ തരത്തിലുള്ള എത്തിറോസ്ക്ലിറോട്ടിക് കണ്ടീഷൻസിലും നമ്മൾ ശ്രമിക്കുന്നത് ആ രക്തക്കുഴലിൻ്റെ ഉള്ളിൽ കൂടെയുള്ള രക്തഓട്ടം തിരിച്ച് പഴയതുപോലെ ആക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടി പലതരത്തിലുള്ള മെഡിസിൻസ് ഉപയോഗിക്കാം. ഇനി കൊറോണറി ആർട്ടറി ഡിസീസും സ്ട്രോക്കും ഒന്നും സ്റ്റാർട്ട് ചെയ്യാത്ത ഒരാൾക്ക് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഇവരുടെ ബ്ലഡ് പ്രഷർ കൺട്രോളിൽ നിർത്താനും LDL കൊളസ്ട്രോൾ കുറച്ച് നിർത്താനൊക്കെയാണ്. അതിനുവേണ്ടി ബ്ലഡ് പ്രഷർ കുറയ്ക്കുന്ന മെഡിസിൻസ് കഴിക്കാം, സ്റ്റാറ്റിൻസ് പോലത്തെ കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കുന്ന മെഡിസിൻസ് കഴിക്കാം. മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിനോടൊപ്പം തന്നെ ജീവിതശൈലിയിൽ വരുന്ന മാറ്റങ്ങളും എത്തിറോസ്ക്ലിറോസിസിൽ നിർബന്ധമായിട്ടും പാലിക്കേണ്ടതാണ്. എക്സസൈസ് ചെയ്യണം, കാർഡിയോ എക്സസൈസസ് ചെയ്യേണ്ടതാണ്. അതായത് ഹാർട്ട് റേറ്റ് കൂടുന്ന രീതിയിലുള്ള എക്സസൈസ് ചെയ്യേണ്ടതാണ്. മോഡറേറ്റ് ഇൻറ്റൻസിറ്റിയിലുള്ളതാണെങ്കിൽ ഒരാഴ്ചയിൽ 150 മിനിറ്റാണ് ഇത്തരത്തിലുള്ള എക്സസൈസ് ചെയ്യേണ്ടത്. ഹൈ
ഇൻറ്റൻസിറ്റി ആണെന്നുണ്ടെങ്കിൽ ഒരാഴ്ചയിൽ 75 മിനിറ്റാണ് എക്സസൈസ് ചെയ്യേണ്ടത്. ഹോൾ ഗ്രെയിൻസും ഫൈബർ അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഇത്തരത്തിലുള്ള ഭക്ഷണമാണ് കഴിക്കേണ്ടത്. റിഫൈൻഡ് ഫുഡും പാക്കറ്റിൽ കിട്ടുന്ന പ്രോസസ്ഡ് ഫുഡും ഒഴിവാക്കേണ്ടതാണ്. സ്മോക്കിംഗ് കംപ്ലീറ്റ്ലി നിർത്തേണ്ടതാണ്. പക്ഷേ ഈ പറഞ്ഞ എല്ലാ വിഷയത്തിലും ഇതിനു മുമ്പേ ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ലൈക്ക് ബട്ടൻ്റെ താഴെയും കാർഡ്സിലും കാണാവുന്നതാണ്. ഇനി നമുക്ക് എതെറോസ്ക്ലെറോസിസ് പ്രിവെൻറ്റ് ചെയ്യാനുള്ള സപ്ലിമെൻറ്റ്സിനെ കുറിച്ച് പറയാം. സപ്ലിമെൻറ്റ്സിനെ കുറിച്ച് പലതരത്തിലുള്ള സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്. എതെറോസ്ക്ലെറോസിസ് മാത്രം കുറയ്ക്കാൻ കഴിവുള്ള വൈറ്റമിൻസും സപ്ലിമെൻറ്റ്സും ഏതാന്ന് നോക്കുന്ന സ്റ്റഡീസ് നടത്തിയിട്ടുള്ളത് കുറവാണ്. ഏകദേശം 8,000-ഓളം പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് 10ഓളം ക്ലിനിക്കൽ ട്രയൽസിന് ബേസ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷനാണ് ഇനി പറയാനുള്ളത്. പക്ഷേ അതിലും കൂടുതൽ ട്രയൽസും ക്ലിനിക്കൽ സ്റ്റഡീസൊക്കെ നടത്തിയിട്ടുള്ളത് എതെറോസ്ക്ലെറോസിസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റ് ഹൈ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ LDL കൊളസ്ട്രോൾ കൂടി നിൽക്കുന്നത്, ബ്ലഡ് പ്രഷർ കൂടി നിൽക്കുന്നത്, ഇത്തരത്തിലുള്ള കണ്ടീഷൻസൊക്കെ നോർമലൈസ് ചെയ്യാനുള്ള, അതായത് LDL കൊളസ്ട്രോൾ കുറയ്ക്കാനും ബ്ലഡ് പ്രഷർ നോർമൽ ലെവലിൽ നിർത്താനും സഹായിക്കുന്ന സപ്ലിമെൻറ്റ്സിൻ്റെ റോള് നോക്കിയിട്ടാണ്. ഇനി അടുത്തതായി എതെറോസ്ക്ലെറോസിസ് പ്രിവെൻറ്റ് ചെയ്യുന്ന 5 സപ്ലിമെൻറ്റ്സിനെ കുറിച്ച് പറയാം. ഇതൊരു കംപ്ലീറ്റ് ലിസ്റ്റ് അല്ല. 20-ൽ കൂടുതൽ സപ്ലിമെൻറ്റ്സിന് എതെറോസ്ക്ലെറോസിസ് കുറച്ച് നിർത്താനുള്ള ഡയറക്റ്റോ ഇൻഡയറക്റ്റോ കഴിവുണ്ടെന്നാണ് പറയുന്നത്. അതിൽ 5 റെലവൻ്റ് ആയിട്ടുള്ള സപ്ലിമെൻറ്റ്സിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് omega-3 ഫാറ്റി ആസിഡ്സ് ആണ്. നമ്മളുടെ ഫിഷ് ഓയിൽ അല്ലെങ്കിൽ മീൻ എണ്ണ ഗുളിക എന്നൊക്കെ പറയുന്നത് omega-3 ഫാറ്റി ആസിഡ്സ് ആണ്. പലതരത്തിലുള്ള ബെനിഫിറ്റ്സ് ആണ് ഇത്തരത്തിലുള്ള സപ്ലിമെൻറ്റ്സിനുള്ളത്. ഒരു ദിവസം മിനിമം ഡോസ് എന്ന് പറയുന്നത് 1000 മില്ലിഗ്രാമെങ്കിലും കഴിക്കണം. അപ്പോൾ പ്രിസ്ക്രിപ്ഷൻ രൂപത്തിലുള്ള omega-3 സപ്ലിമെൻറ്റ്സ് കഴിക്കുന്നതായിരിക്കും നല്ലത്. എതെറോസ്ക്ലെറോസിസിൽ മാത്രമല്ല, മറ്റ് പലതരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങൾ കുറച്ച് നിർത്താനും പ്രിവെൻറ്റ് ചെയ്യാനും omega-3 ഫാറ്റി ആസിഡ്സിന് കഴിവുണ്ട് എന്നുള്ളത് ഇതിനു മുമ്പേ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുള്ള വീഡിയോസിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ സപ്ലിമെൻറ്റ് ഗാർലിക് ആണ്. ഗാർലിക് അഥവാ വെളുത്തുള്ളിയിൽ അടങ്ങിയിരിക്കുന്ന ഒരു ബയോആക്റ്റീവ് കോമ്പൗണ്ട് ഉണ്ട്, ആലിസിൻ ആണ്. ഇതിനും എതെറോസ്ക്ലെറോസിസ് പ്രിവെൻറ്റ് ചെയ്യാനും അത് കുറയ്ക്കാനുമുള്ള കഴിവുണ്ടെന്ന് പല സ്റ്റഡീസിലും കണ്ടുപിടിച്ചിട്ടുള്ള കാര്യമാണ്. വെളുത്തുള്ളി ഒരു സപ്ലിമെൻ്റ് രൂപത്തിലല്ലാതെ നമുക്ക് ഡയറക്റ്റ്ലി കഴിച്ചു കഴിഞ്ഞാലും ഈ ബെനിഫിറ്റൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ വെളുത്തുള്ളി കഴിക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എത്ര കഴിക്കണം, അതിൻ്റെ തോല് പോക്കിയിട്ടാണോ കഴിക്കേണ്ടത്, കുക്ക് ചെയ്തതിന് ശേഷമാണോ വെളുത്തുള്ളി കഴിക്കേണ്ടത്. ഇനി വെളുത്തുള്ളി കഴിക്കാൻ പറ്റാത്തവർക്ക് ഇതിൻ്റെ സപ്ലിമെൻറ്റ്സ് അവൈലബിൾ ആണ്. ഇതെല്ലാം കവർ ചെയ്യുന്ന വീഡിയോസ് ഞാൻ മുമ്പേ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസിനൊക്കെ ലിങ്ക് നിങ്ങൾക്ക് ലൈക്ക് ബട്ടൻ്റെ താഴെ കാണാം. മൂന്നാമത്തെ സപ്ലിമെൻറ്റ് വൈറ്റമിൻ സി ആണ്. വൈറ്റമിൻ സി എന്ന് പറയുന്നത് ഒരു പവർഫുൾ ആയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻറ്റും കൂടിയാണ്. അപ്പോൾ ചെറിയ ആർട്ടറീസിനകത്ത് നടക്കുന്ന പ്ലാക്ക് ഫോർമേഷൻ കുറച്ച് നിർത്താനും അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഇൻഫ്ലമേഷൻ അത് കുറച്ച് നിർത്താനൊക്കെ വൈറ്റമിൻ സി ഹെൽപ്ഫുൾ ആണ്. ഒരു ദിവസം മിനിമം 50 മില്ലിഗ്രാമെങ്കിലും അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സി നമുക്ക് കിട്ടേണ്ടതാണ്. ഭക്ഷണത്തിലൂടെ കിട്ടിയിട്ടില്ലെങ്കിൽ അത്തരത്തിലുള്ള സപ്ലിമെൻറ്റ്സ് കഴിക്കാം. ഏറ്റവും കൂടുതൽ വൈറ്റമിൻ സി അടങ്ങിയിരിക്കുന്നത് സിട്രസ് ഫ്രൂട്ട്സിലാണ്, നാരങ്ങയിലും ഓറഞ്ചിലും കളർഫുൾ ആയിട്ടുള്ള ഫ്രൂട്ട്സിലൊക്കെയാണ്. നാലാമത്തെ സപ്ലിമെൻ്റ് എന്ന് പറയുന്നത് ഫൈബറാണ്. ഫൈബറും 2 തരത്തിലുണ്ട്, സോളിബിൾ ഉണ്ട്, ഇൻസോളിബിൾ ഉണ്ട്. ഫൈബർ സപ്ലിമെൻറ്റ്സ് ചില ആൾക്കാർക്ക് കഴിക്കുന്ന സമയത്ത് ദഹനക്കേടും ബ്ലോട്ടിങ്ങിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടാവാറുണ്ട്. ഫൈബർ സപ്ലിമെൻറ്റ്സ് കഴിക്കുന്നതിനേക്കാളും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കുന്നതിൻ്റെ അളവ് എല്ലാ ദിവസവും കൂട്ടുന്നതാണ്. ഒരു ദിവസം 300 മുതൽ 400 ഗ്രാം വരെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഫ്രഷായി കട്ട് ചെയ്ത സാലഡ് രൂപത്തിലൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഫൈബർ അതിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ്. ഫൈബർ സപ്ലിമെൻറ്റ്സ് എന്ന് പറയുന്നത് പ്രോബയോട്ടിക്സ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതല്ലാത്ത തരത്തിലുള്ള പൗഡർ രൂപത്തിലുള്ള ഫൈബർ സപ്ലിമെൻറ്റ്സ് അവൈലബിൾ ആണ്. ഇത്തരത്തിലുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും നിങ്ങൾക്ക് എല്ലാ ദിവസവും ഇത്രയും അളവിൽ കഴിക്കാൻ പറ്റില്ലെങ്കിൽ ഫൈബർ സപ്ലിമെൻറ്റ്സ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഫൈനലി അഞ്ചാമത്തത് പറയാനുള്ളത് ബെർബറിനെ കുറിച്ചാണ്. റീസെൻ്റ്ലി പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു സപ്ലിമെൻ്റാണ് ബെർബറിൻ എന്ന് പറയുന്നത്. ഇതൊരു ബയോആക്റ്റീവ് കോമ്പൗണ്ട് ആണ്. ബെർബറിനും LDL കൊളസ്ട്രോൾ കുറച്ച് നിർത്താനും എതെറോസ്ക്ലെറോസിസ് പ്രിവെൻറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് പല ക്ലിനിക്കൽ ട്രയൽസിലും പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് അധികം ആൾക്കാർക്ക് പറയേണ്ടത് എതെറോസ്ക്ലെറോസിസ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് റിവേഴ്സിബിൾ ആണോ അല്ലേ എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കും ആൻജിയോഗ്രാഫി ചെയ്യുന്നത്. അപ്പോഴായിരിക്കും നിങ്ങൾ മനസ്സിലാക്കുന്നത് ഹൃദയത്തിലേക്കുള്ള കൊറോണറി രക്തക്കുഴലിൽ എതെറോസ്ക്ലെറോസിസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, 50% ബ്ലോക്ക് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പെരിഫറൽ വാസ്കുലർ ഡിസീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവാം. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ അത് പഴയ അവസ്ഥയിലേക്ക് വരുമോ ഇല്ലേ എന്നുള്ളതാണ് അധികം ആൾക്കാർക്ക് പറയേണ്ടത്. ഇത് കണ്ടുപിടിക്കാനും പലതരത്തിലുള്ള ട്രയൽസ് നടത്തിയിട്ടുണ്ട്. ഈ പറഞ്ഞ എല്ലാ സ്റ്റഡീസിലും കണ്ടുപിടിച്ച ഒരു കാര്യം, ചെറിയ രീതിയിലുള്ള 50 to 60% ആയിട്ടുള്ള എതെറോസ്ക്ലെറോസിസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എപ്പോൾ ബി ലൈപ്പോപ്രോട്ടീൻ കുറച്ച് നിർത്തുന്നതിനനുസരിച്ചും LDL കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കുന്നതിനനുസരിച്ചും ചെറിയ രീതിയിലുള്ള എതെറോസ്ക്ലെറോസിസ് ഒക്കെ റിവേഴ്സ് ചെയ്യാൻ സാധിക്കും. പഴയതുപോലെ എങ്ങനെയാണോ ആ രക്തക്കുഴലിൻ്റെ ഉള്ളിൽ കൂടെ രക്തം ഫ്ലോ ചെയ്തുകൊണ്ടിരുന്നത് അതേപോലെ ആക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ അഡ്വാൻസ്ഡ് സ്റ്റേജസിലേക്ക് പോകുന്ന സമയത്ത്, അതായത് കഴിഞ്ഞ 10-20 കൊല്ലമൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എതെറോസ്ക്ലെറോസിസ് ഉണ്ട്, 80% അതിൻ്റെ മുകളിലേക്കൊക്കെ ബ്ലോക്കേജ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ്. അവിടെയും ട്രീറ്റ്മെൻറ്റ് ഫോക്കസ് ചെയ്യുന്നത് എപ്പോൾ ബി ലൈപ്പോപ്രോട്ടീൻ കുറയ്ക്കാനും
LDL കൊളസ്ട്രോൾ കുറയ്ക്കാനൊക്കെ തന്നെയാണ്. പക്ഷേ അങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അത് കംപ്ലീറ്റ്ലി റിവേഴ്സിബിൾ ആണെന്നുള്ളത് നമുക്ക് ഇനിയും തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് എത്രോസ്ക്ലെറോസിസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഹെൽത്തി ഡയറ്റും എയറോബിക് എക്സസൈസ് ചെയ്യുന്നതും, നിങ്ങൾ സ്മോക്കർ ആണെങ്കിൽ അത് നിർത്തുന്നതും, ഫൈനലി ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ സപ്ലിമെൻറ്റ്സ് കഴിച്ചു നോക്കുന്നതുമാണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ 5 സപ്ലിമെൻറ്റ്സിനെ കുറിച്ച് പറഞ്ഞു. അതിൽ ഏത് സപ്ലിമെൻ്റാണ് നിങ്ങൾ കുറേ കാലമായി കഴിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾക്ക് ഏറ്റവും ഇഫക്റ്റീവായിട്ട് തോന്നുന്ന സപ്ലിമെൻ്റ് ഏതാണ്, ഈ കാര്യമൊക്കെ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മളുടെ മറ്റ് വ്യൂവേഴ്സിന് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരാതിരിക്കാൻ ഏതൊക്കെ സപ്ലിമെൻറ്റ്സ് ആണ് കഴിക്കേണ്ടതെന്നാണ് നിങ്ങൾ ആലോചിക്കുന്നതെങ്കിൽ ഈ വീഡിയോ കാണുക. നിങ്ങൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ നിങ്ങളെ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.